لا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന് നിർബന്ധമായി ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളിലൊന്നാണ് സ്വബർ, ക്ഷമ എന്നത്. സ്വബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ സാങ്കേതികാർത്ഥത്തിൽ പറഞ്ഞാൽ 3 കാര്യങ്ങളെ തൊട്ട് നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കലാണ്. ശരീരത്തെയും നാവിനെയും എല്ലാം പിടിച്ചു വെക്കുന്നതിനാണ് സ്വബർ എന്ന് പറയുക. ഒന്നാമത്തേത്, അല്ലാഹു തആല അവൻ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് സ്വബർ അനിവാര്യമാണ്. രണ്ടാമത്തേത്, അല്ലാഹു തആല നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള ഹറാമുകൾ ഒഴിവാക്കുന്നതിന് സ്വബർ അനിവാര്യമാണ്. മൂന്നാമത്തേത്, അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രയാസപ്പെടുത്തുന്ന വിധികൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഖദർ, അതിലുള്ള ക്ഷമയാണ്. ഈ 3 കാര്യത്തിലും ഒരു മുസ്ലിം ക്ഷമിക്കേണ്ടതുണ്ട്, സ്വബർ കാണിക്കേണ്ടതുണ്ട്. നന്മകൾ ചെയ്യാൻ അവൻ ക്ഷമ കാണിക്കണം. കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കാൻ, സകാത്ത് കൊടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ, അതേപോലെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് സ്വബർ അനിവാര്യമായ സംഗതിയാണ്. അതേപോലെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്വബർ അനിവാര്യമാണ്. പലിശ അത് ഒഴിവാക്കാൻ, അതേപോലെ മാതാപിതാക്കളെ ധിക്കരിക്കലും വ്യഭിചാരവും കള്ളുകുടിയും ലഹരിയും, ഇങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങൾ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ സ്വബർ അനിവാര്യമാണ്. വൃത്തികേടുകളിൽ നിന്ന് കണ്ണ് താഴ്ത്താൻ സ്വബർ വേണം. അതേപോലെ സാമൂഹികമായി എല്ലാവരും വലിയ നന്മയായി കാണുമ്പോഴും ഇസ്ലാം പഠിപ്പിച്ച ഹറാമുകളുണ്ട്. സ്ത്രീ പുരുഷ കൂടിക്കലരൽ പോലെ, ഒരു സ്ത്രീ അവൾ കൃത്യമായ ഹിജാബ് ധരിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നതുപോലെ, ഇങ്ങനെയുള്ള സമൂഹം വലിയ തിന്മയായി കാണാത്ത എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള തിന്മകളുണ്ട്. ഒരു സ്ത്രീ അവളുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, മറ്റുള്ള ആളുകൾ കാണുന്ന രൂപത്തിൽ, പാടില്ലാത്തതാണ്. അത് മറച്ചുകൊണ്ട് നടക്കാൻ അവൾക്ക് സാധിക്കണം. അതിന് അവൾക്ക് സ്വബർ അനിവാര്യമാണ്. അതേപോലെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഖദറുകൾ ഉണ്ടാകും. അവൻ നിശ്ചയിച്ചിട്ടുള്ള നമ്മെ പ്രയാസപ്പെടുത്തുന്ന
വിധികളുണ്ടാകും. അതിൽ ഒരു മുസ്ലിം ക്ഷമിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഖദറിൽ ആളുകളെ പല ഇനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്തെങ്കിലും പ്രയാസം വന്നാൽ, മുസീബത്തുകൾ വന്നാൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ ദീനിൽ പാടില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾ. അതേപോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ദീനിനെയും അള്ളാഹുവിനെയും വരെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അത് നമുക്ക് തീർത്തും പാടില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം അവർ ക്ഷമ കാണിക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല നമുക്ക് എന്തൊരു മുസീബത്ത് വെച്ചിട്ടുണ്ടോ അതിൽ ക്ഷമ കാണിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നിർബന്ധമാണ്. എന്നാൽ അതിനേക്കാൾ മുകളിൽ ഒരു പദവിയുണ്ട്. അല്ലാഹു തആല അവൻ നിശ്ചയിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള പ്രയാസപ്പെടുത്തുന്ന വിധികളിൽ തൃപ്തിപ്പെടുക എന്നതാണ്. അത് സ്വബറിനേക്കാൾ മുകളിലാണ് അതിന്റെ പദവി. അല്ലാഹു തആല എന്തൊരു വിധി നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടോ ആ വിധിയിൽ തൃപ്തിപ്പെടുക. അത് പ്രയാസമായിരുന്നാലും നല്ലതായിരുന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഫഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. ഫഇൻ അസാബത്ഹു സർറാ, അവന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ബാധിച്ചാൽ ശക്കർ, അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും. വഇൻ അസാബത്ഹു ദർറാ, ഇനി അവന് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലുമാണ് ബാധിക്കുന്നത് എങ്കിൽ സബറ ഫകാന ഖൈറൻ ലഹ്, അവൻ അതിൽ ക്ഷമ കാണിക്കും, അതവന് നന്മയായി മാറും. ഇങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിം. അവനൊരു നന്മ ലഭിച്ചാൽ അതിൽ നന്ദി കാണിക്കണം. അവൻ എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അതിൽ ക്ഷമിക്കണം. ക്ഷമ എന്നത് നിർബന്ധമാണ്. എന്നാൽ അതിനേക്കാൾ മുകളിലുള്ള പദവിയാണ് അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള മുസീബത്തുകളിൽ തൃപ്തിപ്പെടുക എന്നത്. അള്ളാഹു എന്തെങ്കിലും പ്രയാസം നമുക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രയാസത്തിൽ തൃപ്തിപ്പെടുക. അള്ളാഹു വിധിച്ചതാണ്. അതിനേക്കാൾ മുകളിൽ ഒരു പദവിയുണ്ട്, പ്രവാചകന്മാരുടെ പദവിയാണ്. അള്ളാഹു തആല മുസീബത്ത് തന്നതിന്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക, അത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. അള്ളാഹുവിനോട് ശുക്ർ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും പ്രയാസമുള്ളത് കണ്ടാൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ വല്ലതും കണ്ടാൽ പറയാറുണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെയാണോ? ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആ വിധിയിൽ ക്ഷമിക്കുക എന്നത് നിർബന്ധമാണ്. അതിനേക്കാൾ മുകളിലാണ് അത് തൃപ്തിപ്പെടുക എന്ന പദവി. അതിനേക്കാൾ മുകളിലാണ് അള്ളാഹുവിനോട് ആ മുസീബത്തിന്റെ പേരിൽ ശുക്ർ കാണിക്കുക, നന്ദി കാണിക്കുക എന്ന പദവി. ഇതിലേതിലാണ് നമ്മൾ ഉള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സബർ എന്ന് പറയുമ്പോൾ അത് ഖുർആനിൽ ധാരാളം തവണ ആവർത്തിച്ചു വന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത് 104ഓളം തവണ സബർ എന്ന പദം ആവർത്തിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തുകയാണ്, ഫസ്ബിർ, താങ്കൾ ക്ഷമിക്കണം, കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽ നിന്ന് ഉലുൽ അസ്ം, പ്രധാനപ്പെട്ട പ്രവാചകന്മാരുണ്ട്, അവർ ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉലുൽ അസ്ം അതിൽപ്പെട്ട പ്രവാചകനാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരുണ്ട്, അവർ ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിക്കണമെന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ പ്രവാചകന്മാർ ഓരോരുത്തരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന ക്ഷമയുടെ രൂപമാണ് നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ആ സമൂഹത്തെ ദഅവത്ത് നടത്തുന്നതിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. 950 വർഷം അള്ളാഹുവിലേക്കുള്ള ക്ഷണമായിരുന്നു, അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ക്ഷണമായിരുന്നു. എന്നാൽ ഒരു കപ്പലിൽ കയറാവുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ
ആ ദഅവത്ത് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാം ഒരിക്കലും മടുപ്പ് കാണിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം സ്വബറിനെതിരായ ഒന്നും ആ പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥ. എന്ന് മാത്രമോ, നാട്ടുകാർ മുഴുവൻ എതിരാവുകയും തീ കൂണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു. അവിടെയും ആ മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ആ പ്രവാചകന്റെ അടുക്കൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ. മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അത്ഭുതപ്പെടുത്തുന്ന സ്വബറിന്റെ രൂപമാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എത്രത്തോളമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്റെ മക്കൾ എല്ലാവരും ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആകെ ഒരു മകൾ ഒഴികെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവരും മരണപ്പെടുകയാണ്. ബാക്കി എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുന്ന അവസ്ഥയാണ്. 7 മക്കളുണ്ടായിരുന്നു. 6 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. തന്റെ അവസാന കാലത്തുണ്ടായിരുന്ന ഒരു പൊന്നുമകൻ ഇബ്രാഹിം എന്ന മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്താണ് ജനിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം ചെറിയ കുട്ടിയായിരിക്കെ തന്നെ മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് ചുംബിക്കുകയും എന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളോ? ആളുകളോട് ക്ഷമിക്കാൻ വേണ്ടി പറയുന്ന താങ്കൾ കരയുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇന്നഹാ റഹ്മ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ, ഇത് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ കണ്ണീരാണ്, അല്ലാതെ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടാത്ത കണ്ണീരല്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹൃദയത്തിന് വേദനയുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്, എന്നാൽ അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊന്നും നമ്മൾ പറയുകയില്ല. ഇബ്രാഹിമെ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതേപോലെ ദഅവത്തിന്റെ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ആളുകളെ ഈ ദീനിലേക്ക് ക്ഷണിക്കുന്നതിൽ എത്രയാണ് ക്ഷമിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. അതുകൊണ്ട് ഓരോ മുസ്ലിമും നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് സബർ, ക്ഷമ എന്നുള്ളത്. അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അല്ലാഹു ക്ഷമാശീലരെ ഇഷ്ടപ്പെടുന്നു. മറ്റൊരായത്തിൽ വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുക, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പമുണ്ട്. അല്ലാഹു പ്രത്യേകമായി അവരെ സഹായിക്കുന്നതാണ്, അവരോടൊപ്പമുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നോക്കൂ, അല്ലാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹു കൂടെ ഉണ്ടാവുക, അവനെ സഹായിക്കുന്നതിനു വേണ്ടി, അവനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റെന്ത് കാര്യമാണുള്ളത്? നമ്മൾ ക്ഷമിക്കുന്നവരാണോ, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകും എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വബർ എന്നത് ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവ ഗുണമാണ്, ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സബർ പ്രധാനമായും 3 കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ, അതേപോലെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അതേപോലെ അള്ളാഹു തആലയുടെ വിധികളിൽ, പ്രയാസപ്പെടുത്തുന്ന വിധികളിൽ അതിലും സബർ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇങ്ങനെയുള്ള വിധികളിൽ അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വിധികളിൽ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. നമ്മൾ ക്ഷമിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത ചില കാര്യങ്ങളുണ്ടാകും. മരണം പോലെ, രോഗം പോലെ നമ്മൾ ക്ഷമിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. നമ്മളെ ഒച്ചയിട്ടതുകൊണ്ടോ നെഞ്ചത്തടിച്ചതുകൊണ്ടോ ഈ സബറിനെതിരാകുന്ന ഇങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്തതുകൊണ്ടോ ഒരു ഉപകാരവുമില്ല. ആ മുസീബത്ത് മാറിപ്പോവുകയില്ല. അതിൽ ക്ഷമിക്കുക എന്നതല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. എന്നാൽ മറ്റു മനുഷ്യരിൽ നിന്ന് നമുക്ക് ബാധിക്കുന്ന ചില മുസീബത്തുകളുണ്ട്. മറ്റ് മനുഷ്യരെ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നത് അതിനേക്കാൾ കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ്. കാരണം മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ നമുക്ക് പ്രതികാരം ചെയ്യാൻ ഒരു മനോഭാവം ഉണ്ടാകും. നമുക്ക് സാധിക്കുന്ന കാര്യമായിരിക്കും അവനെ തിരിച്ച് രണ്ടങ്ങോട്ടേക്ക് പറയാൻ. അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ അവിടെ ക്ഷമ കാണിക്കുക എന്നത് ഈ വിഷയത്തിൽ നമ്മിൽ പലരും പരാജയപ്പെടുന്നത് കാണാം. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ക്ഷമിക്കുക എന്നത് ഏറെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷമിക്കുക എന്നത്, നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ടും വിട്ടുവീഴ്ച നൽകുക, ക്ഷമ അവലംബിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും സ്വന്തത്തിനു വേണ്ടി പ്രതികാരം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ, അതിലെ വിധിവിലക്കുകൾ തെറ്റിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെടാറുണ്ട്. അതല്ലാതെ സ്വന്തത്തിനു വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി പ്രവാചകൻ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ധാരാളം തിന്മകളുമായി, ഒരുപാട് വൃത്തികേടുകൾ പരസ്യമായും രഹസ്യമായും ചെയ്തിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് പ്രതികാരം ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാകട്ടെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും അഷ്റഫായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിശുദ്ധമായ ശരീരമാണ്. ആ ശരീരത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പ്രതികാരം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകന്റെ അനുയായികൾ നമ്മൾ, ഒരുപാട് തിന്മകളുമായി നടക്കുന്ന നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് അതിക്രമം കാണിക്കുക, മറ്റുള്ളവരോട് പ്രതികാരം ചോദിക്കുക? വിട്ടുവീഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവിടുന്ന് പറയാറുണ്ടായിരുന്നത് യർഹമുല്ലാഹു മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ ഫസബർ. ഇതിനേക്കാൾ കൂടുതൽ മൂസ അലൈഹിസ്സലാം പ്രയാസപ്പെട്ടിട്ടുണ്ട്, പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ട്. ഫസബർ, അവിടുന്ന് ക്ഷമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവിടുന്ന് പറയുന്ന വാക്കാണ്, ഇതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ മൂസ അലൈഹിസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച നൽകുന്നത് കാണാം. അതേപോലെ മറ്റൊരു പ്രവാചകനെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഉപദ്രവം ഉണ്ടായപ്പോ അവിടുന്ന് പറഞ്ഞതാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുവേ എന്റെ സമുദായത്തിന്, എന്റെ സമൂഹത്തിന്, എന്റെ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തവരാണ്, അവരറിവില്ലാതെ ചെയ്തതാണ്. ഇതാ നോക്കൂ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അക്രമം ചെയ്ത ആളുകൾ, അവർക്ക് അറിവില്ലായ്മ എന്നൊരു ഒഴിവ് കഴിവ് വകവെച്ചു കൊടുക്കുകയാണ്.
ഇതിൽ നമുക്ക് പാഠമുണ്ട്. നമ്മെ ഇങ്ങോട്ട് വല്ല അതിക്രമം ചെയ്ത ആളുകൾക്ക് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അതേപോലെ അവർക്ക് വല്ല ഒഴിവ് കഴിവ് നൽകാൻ സാധിക്കുമെങ്കിൽ അവർ ഇന്ന കാരണം കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വല്ല ഒഴിവ് കഴിവും വെച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച നൽകുക എന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ കാണാവുന്ന ഒരു ഗുണമാണ്. അതേപോലെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആലയാണ് മനുഷ്യരെയും മനുഷ്യരുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് മനുഷ്യരെയും അവരുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വല്ല ഉപദ്രവം ഉണ്ടായാൽ മനസ്സിലാക്കണം, അല്ലാഹു തആല നമുക്ക് ഖദറാക്കിയതാണ്. അല്ലാഹു തആല ഒരു മനുഷ്യനോടും അനീതി കാണിക്കുകയില്ല, ദുൽമ കാണിക്കുകയില്ല. അല്ലാഹു തആല പരിപൂർണമായ നീതി മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ആ വിധിയിൽ തൃപ്തിപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കും. അതേപോലെ സ്വന്തം തിന്മകളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് വല്ല ഉപദ്രവോ അല്ലെങ്കിൽ വല്ല മുസീബത്തുകളും ബാധിച്ചു കഴിഞ്ഞാൽ സ്വന്തത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസാബകും മിൻ മുസീബത്തിൻ, നിങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കുന്നില്ല. ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ലാതെ, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമല്ലാതെ നിങ്ങൾക്കൊരു മുസീബത്തും നിങ്ങൾക്കൊരു ഉപദ്രവവും ബാധിക്കുന്നില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാൽ, പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വല്ല വീഴ്ചയും ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ വല്ല വീഴ്ചയും നാം വരുത്തിയിട്ടുണ്ടോ? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അള്ളാഹു തആല നിർബന്ധമാക്കിയ വല്ലതും നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ ജീവിതം പരിശോധിക്കുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ യർജുവന്ന അബ്ദുൻ ഇല്ലാ റബ്ബ, ഒരടിമയും അല്ലാഹുവിലല്ലാതെ പ്രതീക്ഷ വെക്കേണ്ടതില്ല. പ്രതീക്ഷ മുഴുവൻ അല്ലാഹുവിലാക്കുക. വലാ യഖാഫന്ന അബ്ദുൻ ഇല്ലാ ദംബ, ഒരടിമയും തന്റെ തിന്മയെ അല്ലാതെ, പാപങ്ങളെ അല്ലാതെ പേടിക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ പാപങ്ങളാണ്. കാരണം ഈ പാപങ്ങൾ കാരണമാണ് നമുക്ക് മുസീബത്തുകൾ ബാധിക്കുന്നത്. അത് നമ്മോട് ചെയ്യുന്ന അക്രമമായിട്ടാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ പവിത്രമായ മാസങ്ങൾ, അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ എന്താണ് അതിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്? ഫലാ തസ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് നിങ്ങൾ സ്വന്തത്തോട് അക്രമം കാണിക്കരുത്, ദുൽമ കാണിക്കരുത്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അത് നമ്മോട് തന്നെയുള്ള അക്രമമായിട്ടാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അവസാനം നമ്മെ ചെന്നെത്തിക്കുക നരകത്തിലേക്കാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാരണത്താലാണ് നാളെ നരകത്തിലേക്ക് നമ്മെ വലിച്ചെറിയപ്പെടുക എന്ന ബോധമുണ്ടായി കഴിഞ്ഞാൽ തിന്മകൾ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ വിട്ടുവീഴ്ചയുടെയും അതേപോലെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതിനെയും കുറിച്ചും നമ്മൾ ആലോചിക്കുക. മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല എത്രയാണ് അവന് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ആ പ്രതിഫലങ്ങളെ കുറിച്ച് ആലോചിക്കുക, ആ നന്മയെ കുറിച്ച് ആലോചിക്കുക. മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. വജസാഉ സയ്യിഅത്തിൻ, ഒരു തിന്മക്കുള്ള പ്രതിഫലം അതേപോലെയുള്ള തിന്മയാണ്. നമ്മോട് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ടേക്ക് അതേപോലെ ചെയ്യുക എന്തനുവദനീയമാണ്. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, എന്നാൽ ആരെങ്കിലും വിട്ടുവീഴ്ച നൽകുകയും സുൽഹാക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്, അവനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. 3 വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനേക്കാൾ കൂടുതലായി അങ്ങോട്ടേക്ക് തിരിച്ചക്രമിക്കുന്ന ആളുകൾ, അത് പാടില്ല, ദുൽമാണ്, മറ്റുള്ളവരോട് ചെയ്യുന്ന അക്രമമാണ്, ഇത് പാടില്ലാത്തതാണ്. എന്നാൽ ഇങ്ങോട്ടേക്ക് നമുക്ക്
എന്താണോ ലഭിച്ചത് അതേപോലെയുള്ളത് തിരിച്ചു കൊടുക്കുക, അത് അനുവദനീയമാണ്. എന്നാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ബാധിച്ചാലും അതിൽ ക്ഷമിക്കുകയും വിട്ടുവീഴ്ചയും ചെയ്യുക, അതിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. വിട്ടുവീഴ്ച അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ ഗുണമാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത പാപങ്ങൾ അത് അല്ലാഹു നമുക്ക് വിട്ടു നൽകാൻ, പുറത്തു നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകുക. അങ്ങനെയാണെങ്കിൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയപ്പെടുന്നതായി കാണാം. നമ്മൾ ചെയ്യുന്നത് പോലെയാണ് അല്ലാഹു നമ്മോട് തിരിച്ചു ചെയ്യുക. നമ്മോട് അക്രമം ചെയ്യുന്ന ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ ചെയ്തിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകും. അല്ലാഹു തആലയുടെ വിഷയത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ അതിന് അല്ലാഹു തആല പുറത്തു നൽകും. അതിനേക്കാൾ വലിയ മഹത്വം എന്താണുള്ളത്? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഉപദ്രവം ബാധിച്ചാൽ അതിൽ ക്ഷമ കൈക്കൊള്ളുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നവരാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ ഒരാൾ തന്റെ സഹോദരി ആശുപത്രിയിലായ പ്രയാസത്തിലാണ്. അല്ലാഹു തആല അവർക്ക് പരിപൂർണമായി എളുപ്പം നൽകുമാറാകട്ടെ. അവരുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്യുക പ്രത്യേകമായി അവർക്ക് വേണ്ടി. അല്ലാഹു തആല മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا